Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chako, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the topic Characteristics and Legal Requirements of One-Person Company or OPC from the subject Corporate Regulations for BBA Semester 3 students of the Kerala University. We have already learned that one-person company or OPC is a one-shareholder corporate entity. And OPC or one-person company may be defined as a company in which one person holds substantial number of shares and has controlling power over the company. So, we have already understood what is an OPC or one-person company. Now, let us discuss the characteristics and legal requirements of one-person company. First characteristic is OPC may be registered as a private company. Second characteristic, OPC must have at least one director. And third characteristic, the director appoints another individual as nominee director. വൺ പേഴ്സൺ കമ്പനി അഥവാ ഒ പി സിയെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു ഷെയർ ഹോൾഡർ മാത്രമുള്ള ഒരു കമ്പനിയാണ് വൺ പേഴ്സൺ കമ്പനി എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ഒരു ഷെയർ ഹോൾഡർ ആയിരിക്കും ആ കമ്പനിയുടെ മുഴുവൻ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ ആ കമ്പനിയുടെ മുഴുവൻ നിയന്ത്രണവും ആ വ്യക്തിക്കായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കമ്പനിയാണ് നമ്മൾ വൺ പേഴ്സൺ കമ്പനി അഥവാ ഒ പി സി എന്ന് പഠിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഈ വൺ പേഴ്സൺ കമ്പനിയുടെ സവിശേഷതകളെക്കുറിച്ചാണ്. മാത്രമല്ല ഒരു വൺ പേഴ്സൺ കമ്പനി അഥവാ ഒ പി സി എന്ന സ്റ്റാറ്റസ് ഒരു കമ്പനിക്ക് ലഭിക്കണമെങ്കിൽ എന്തെല്ലാം ലീഗൽ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ നിയമപരമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം, ഇതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്കായിട്ട് നമ്മൾ പഠിച്ചത് ഈ വൺ പേഴ്സൺ കമ്പനിയെ ഒരു പ്രൈവറ്റ് കമ്പനിയായിട്ട് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ്. അതാണ് ഒ പി സിയുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ സവിശേഷത എന്ന് പറയുന്നത്, ഒന്നാമത്തെ സവിശേഷത. രണ്ടാമതായി പറയുന്നത് ഈ വൺ പേഴ്സൺ കമ്പനിയിൽ ഒരു ഡയറക്ടറെങ്കിലും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിയമിതനായിരിക്കണം. അതാണ് രണ്ടാമത്തെ പ്രത്യേകത, ഒ പി സിയുടെ പ്രത്യേകത, ഒരു ഡയറക്ടറെങ്കിലും ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഈ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട ഒരു ഡയറക്ടർ മറ്റൊരു വ്യക്തിയെ നോമിനി ഡയറക്ടറായിട്ട് നിയമിക്കുന്നു. അതായത് ഈ ഒ പി സി കമ്പനിയിലുള്ള ഏക ഡയറക്ടർ അദ്ദേഹം നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ നോമിനി ഡയറക്ടറായിട്ട് നിയമിക്കുന്നു. ഇതാണ് മൂന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത്. ഫോർത്ത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഒ പി സി ഇസ് ഓൺ ദ ഡിമൈസ് ഓഫ് ദ ഒറിജിനൽ ഡയറക്ടർ the nominee director will manage the affairs of the company till the date of transmission of shares to the legal heirs of the demised director. ഒ പി സിയെ സംബന്ധിച്ച് ഉള്ള നാലാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ഒ പി സിയിൽ നമ്മൾ പഠിച്ചു ഒരു ഡയറക്ടർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, ഒറിജിനൽ ഡയറക്ടറായിട്ട്. ആ ഒറിജിനൽ ഡയറക്ടർക്ക് ഡെത്ത് സംഭവിച്ചാൽ എന്നുവെച്ചാൽ മരണം സംഭവിച്ചാൽ അകാലത്തിൽ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ കമ്പനിയുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് അഥവാ നോക്കി നടത്തുന്നത് നോമിനി ഡയറക്ടർ ആയിരിക്കും. പക്ഷേ അവിടെ ഒരു കണ്ടീഷനുണ്ട്, എന്നേക്കുമായി ആ നോമിനി ഡയറക്ടർ ആയിരിക്കില്ല മാനേജ് ചെയ്യുന്നത്. ആ കണ്ടീഷൻ ഇതാണ്, ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ടിൽ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് ടു ദ ലീഗൽ ഹെയർസ് ഓഫ് ദ ഡിമൈസ്ഡ് ഡയറക്ടർ. അപ്പോൾ ഈ മരണപ്പെട്ടു പോയ ഒറിജിനൽ ഡയറക്ടർ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ഡയറക്ടറിൻ്റെ ലീഗൽ ഹെയർസ് നിയമപരമായിട്ടുള്ള അവകാശികൾക്ക് ഈ കമ്പനിയുടെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വരെ ആണ് ഈ നോമിനി ഡയറക്ടർ കമ്പനിയുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത്. അപ്പോൾ ഈ നാലാമത്തെ സവിശേഷത പറയുന്നത് എത്രയാണ്, ഒറിജിനൽ ഡയറക്ടർ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ആ മരണപ്പെട്ടു പോയ ഡയറക്ടറിൻ്റെ ലീഗൽ ഹെയർസിന് നിയമപരമായിട്ടുള്ള അവകാശികൾക്ക് ഷെയർസ് മുഴുവൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് വരെ കമ്പനിയുടെ അഫയേഴ്സ് മാനേജ് ചെയ്യുന്നത് നോമിനി ഡയറക്ടർ ആയിരിക്കും. ഇതാണ് നാലാമത്തെ സവിശേഷത. ഫിഫ്ത്ത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഒ പി സി ഇസ് ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് ഒ പി സി ഷാൽ ഇൻഡിക്കേറ്റ് ദ നെയിം ഓഫ് ദ അതർ പേഴ്സൺ ആസ് നോമിനി with his prior written consent in the prescribed form.
OPCയെ സംബന്ധിച്ചുള്ള അഞ്ചാമത്തെ സവിശേഷത എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു ഒരു ഡയറക്ടർ ഉണ്ടായിരിക്കണം OPCക്ക്. ആ ഡയറക്ടർ ഒരു നോമിനി ഡയറക്ടറിനെ നിയമിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ നോമിനിയായിട്ട് നിയമിക്കപ്പെടുന്ന ഡയറക്ടറിൻ്റെ പേര് അല്ലെങ്കിൽ ആ നോമിനിയായിട്ട് ഉള്ള വ്യക്തിയുടെ പേര്, അതോടൊപ്പം ആ വ്യക്തിയുടെ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ, കമ്പനിയുടെ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ നൽകിയിട്ടുള്ള ഒരു റിട്ടൺ കൺസെൻറ്റ് കൂടി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിനകത്ത് പറഞ്ഞിരിക്കണം. നമുക്കറിയാം, ഒരു കമ്പനിയെ സംബന്ധിച്ച് പരമപ്രധാനമായിട്ടുള്ള ഒരു രേഖ അഥവാ ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ആ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ, അതായത് OPCയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ നോമിനിയായിട്ട് നിയമിക്കുന്ന വ്യക്തിയുടെ പേരുണ്ടായിരിക്കണം. പേര് മാത്രം പോരാ, ആ നോമിനിയായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ റിട്ടൺ കൺസെൻറ്റും ഉണ്ടായിരിക്കണം പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ. റിട്ടൺ കൺസെൻറ്റ് എന്ന് വെച്ചാൽ അയാൾക്ക് ഈ കമ്പനിയിൽ നോമിനി ഡയറക്ടറായിട്ട് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ നോമിനിയായിട്ട് പ്രവർത്തിക്കാൻ സമ്മതമാണെന്നുള്ള എഴുതി തയ്യാറാക്കിയ, അതും പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ എഴുതി തയ്യാറാക്കിയ ഒരു കൺസെൻറ്റ് കൂടി ഉണ്ടായിരിക്കണം. ഈ രണ്ട് വസ്തുക്കൾ, അയാളുടെ പേരും അയാളുടെ റിട്ടൺ കൺസെൻറ്റും മെമ്മോറാണ്ടത്തിനകത്ത് കാണിച്ചിരിക്കണം അല്ലെങ്കിൽ പറഞ്ഞിരിക്കണം. ഇതാണ് OPCയുടെ അഞ്ചാമത്തെ സവിശേഷത എന്ന് പറയുന്നത്. Sixth characteristic of an OPC is the written consent of such nominees shall also be filed with the registrar at the time of incorporation along with its memorandum and articles of association. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ നോമിനീസിൻ്റെ പേര് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കൺസെൻറ്റും എഴുതി തയ്യാറാക്കിയ കൺസെൻറ്റ് കൂടി കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതേ കൺസെൻറ്റ്, അപ്പോൾ ആ റിട്ടൺ കൺസെൻറ്റ്, നോമിനിയുടെ റിട്ടൺ കൺസെൻറ്റ് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന, ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മീൻസ് ഫോർമേഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനി. അപ്പോൾ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനി രജിസ്ട്രാറുടെ മുമ്പിൽ ഈ റിട്ടൺ കൺസെൻറ്റ്, നോമിനിയുടെ റിട്ടൺ കൺസെൻറ്റ് കൂടി ഫയൽ ചെയ്യണം, എലോങ് വിത്ത് ഇറ്റ്സ് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഫയൽ ചെയ്യുമ്പോൾ അതോടൊപ്പം നോമിനിയുടെ റിട്ടൺ കൺസെൻറ്റ് കൂടി രജിസ്ട്രാർക്ക് ഫയൽ എന്നതാണ് OPCയുടെ ആറാമത്തെ പ്രത്യേകത അല്ലെങ്കിൽ ലീഗൽ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത്. സെവൻത് ക്യാരക്ടറിസ്റ്റിക് ഓർ ലീഗൽ റിക്വയർമെൻറ്റ് ഓഫ് ആൻ OPC is, in case of OPC, any business which is required to be transacted at an annual general meeting must be done by means of ordinary or special resolution. ഇപ്പോൾ ഈ ഏഴാമത്തെ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ലീഗൽ റിക്വയർമെൻറ്റ് പഠിക്കുമ്പോൾ OPCയുടെ കേസിൽ കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ ട്രാൻസാക്ട് ചെയ്യേണ്ട ഏതൊരു ബിസിനസ്സിനെ സംബന്ധിച്ച്, ഏതൊരു ബിസിനസ് എന്ന് വെച്ചാൽ കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത് ഓരോ മീറ്റിങ്ങിൽ. അതായത് നമ്മൾ മീറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു മോഡ്യൂൾ പഠിക്കുമ്പോൾ മാത്രമേ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയുള്ളൂ. അപ്പോൾ ഓരോ കമ്പനിക്കും മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായ നിബന്ധനകളുണ്ട്. നമ്മൾക്ക് ഇപ്പോൾ പഠിച്ചിട്ടില്ല എങ്കിലും ഇനി വരും ലെക്ചേഴ്സിൽ അല്ലെങ്കിൽ അടുത്ത മോഡ്യൂളിൽ പഠിക്കും മീറ്റിംഗ്സ് ഓഫ് എ കമ്പനി. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടേണ്ട നിബന്ധന ഒരു കമ്പനിക്കുണ്ട്. അപ്പോൾ ആ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്, അതിനെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. ബിസിനസ് ട്രാൻസാക്ട് ചെയ്യുന്ന പറഞ്ഞാൽ അവിടെ കച്ചവടമല്ല, മറിച്ച് ആനുവൽ ജനറൽ മീറ്റിംഗ് എന്തെല്ലാം കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നടപ്പിലാക്കേണ്ടത്, ഇതിനെയാണ് ബിസിനസ് ട്രാൻസാക്റ്റഡ് ഇൻ ആൻ ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ എന്ത് കാര്യം നടപ്പാക്കാനോ തീരുമാനിക്കാനോ ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം ചെയ്യേണ്ടത് ഓർഡിനറി അല്ലെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷനിലൂടെ ആയിരിക്കണം. റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ പ്രമേയം എന്ന് പറയും. അപ്പോൾ ഓരോ ആനുവൽ ജനറൽ മീറ്റിങ്ങിലും ചില കാര്യങ്ങളെക്കുറിച്ചുള്ള തീരുമാനം എടുക്കാൻ ഓർഡിനറി റെസൊല്യൂഷൻ മതിയാകും, സാധാരണ ഒരു പ്രമേയം മതിയാകും. എന്നാൽ ചില തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം, പ്രത്യേക പ്രമേയങ്ങൾ പാസ്സാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ OPCയുടെ കേസിൽ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ എന്തെല്ലാം ബിസിനസ് ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുമോ ആ ബിസിനസ്സുകളെല്ലാം ട്രാൻസാക്ട് ചെയ്യേണ്ടത് ഓർഡിനറി റെസൊല്യൂഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുകയുള്ളൂ. അതാണ് OPCയുടെ ഏഴാമത്തെ ലീഗൽ റിക്വയർമെൻറ്റ് അഥവാ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഓർഡിനറി റെസൊല്യൂഷൻ എന്താണ്, സ്പെഷ്യൽ റെസൊല്യൂഷൻ അതിനെക്കുറിച്ചൊക്കെ ഇനിയും നമുക്ക് വരും മോഡ്യൂൾസിൽ പഠിക്കാനായിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. OPCയുടെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ നടത്തുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അത് എടുക്കണമെങ്കിൽ ഓർഡിനറി റെസൊല്യൂഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയതിന് ശേഷമായിരിക്കും ചെയ്യാൻ സാധിക്കുന്നത്. Eighth characteristic or legal requirement of OPC is all the business to be transacted at the general meeting should be entered in the minutes book. Such minutes book shall be signed and dated by the member. OPCയുടെ എട്ടാമത്തെ ലീഗൽ റിക്വയർമെൻറ്റ് അഥവാ സവിശേഷത എന്ന് പറയുന്നത് OPCയുടെ ജനറൽ മീറ്റിങ്ങിൽ, ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ ട്രാൻസാക്ട് ചെയ്യുന്ന ബിസിനസ്സിൻ്റെ അഥവാ നടപടിക്രമങ്ങളുടെ, മീറ്റിങ്ങിൻ്റെ നടപടിക്രമങ്ങൾ മിനിറ്റ്സ് ബുക്കിൽ എൻ്റർ ചെയ്യണം അഥവാ രേഖപ്പെടുത്തിയിരിക്കണം. ഇനി ആ മിനിറ്റ്സ് ബുക്ക് കമ്പനിയുടെ മെമ്പർ ഡേറ്റോടുകൂടി സൈൻ ചെയ്തിരിക്കണം. ഇതാണ് എട്ടാമത്തെ ലീഗൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. മിനിറ്റ്സ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഏതൊരു കമ്പനിയുടെയും മീറ്റിങ്ങുകളുടെ നടപടിക്രമങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ എൻ്റർ ചെയ്യുന്ന ഔദ്യോഗിക രേഖയാണ് മിനിറ്റ്സ് ബുക്ക് എന്ന് പറയുന്നത്. ഏത് മീറ്റിംഗ് നടന്നാലും ആ മീറ്റിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ തീരുമാനമെടുത്തു, ആരൊക്കെ നിർദ്ദേശങ്ങൾ വെച്ചു, അങ്ങനെ ആ മീറ്റിങ്ങിൽ നടക്കുന്ന A to Z കാര്യങ്ങളുടെ റെക്കോർഡിക്കലായിട്ടുള്ള എവിഡൻസ് ആണ് മിനിറ്റ്സ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ മിനിറ്റ്സ് ബുക്കിൽ ഒരു OPCയുടെ ജനറൽ മീറ്റിംഗിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തണം. രേഖപ്പെടുത്തിയാൽ മാത്രം പോരാ, അത് കമ്പനിയുടെ മെമ്പർ ഡേറ്റ് വെച്ച് സൈൻ ചെയ്യുക കൂടി വേണം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, 1% കമ്പനി ആയതുകൊണ്ട് അവിടെ ഒരു മെമ്പറേ ഉള്ളൂ, 1 മെമ്പറേ ഉള്ളൂ. പിന്നെ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് കമ്പനിയുടെ ഡയറക്ടർ കാണും, മറ്റ് വ്യക്തികളൊക്കെ കാണും. പക്ഷെ മെമ്പർ ഒരാൾ മാത്രമേ കാണുകയുള്ളൂ. 9th characteristic or legal requirement of an OPC is the requirement with regard to quorum of the meeting of board shall not apply to 1% company. 9ാമത്തെ സവിശേഷത അഥവാ ലീഗൽ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് 1% കമ്പനിക്ക് അതിൻ്റെ ബോർഡ് മീറ്റിംഗ് കൂടുമ്പോൾ കോറം തികയണം എന്ന നിബന്ധന ഇല്ല. അതായത് ഇതൊരു റിക്വയർമെൻ്റ് ആണ്. സാധാരണ രീതിയിൽ ബോർഡ് കൂടുമ്പോൾ, ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് കൂടുമ്പോൾ ഏതൊരു കമ്പനി ആയാലും അതിനകത്ത് സഫിഷ്യൻറ്റ് കോറം ഉണ്ടായിരിക്കണം. കോറം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മീറ്റിംഗ്, ആ മീറ്റിംഗ് നടക്കുമ്പോൾ ആ മീറ്റിങ്ങിൽ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം അത് അംഗീകരിക്കപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ സാധുവാകണമെങ്കിൽ ആ മീറ്റിങ്ങിന് ഒരു നിശ്ചിത കോറം ഉണ്ടായിരിക്കണം. ഓരോ മീറ്റിങ്ങിനും പല കോറമായിരിക്കും നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ചില മീറ്റിങ്ങിൽ ആകെയുള്ള അംഗങ്ങളുടെ 50% പേര് പ്രസൻ്റ് ആയെങ്കിൽ മാത്രമേ ആ മീറ്റിങ്ങിലെടുക്കുന്ന തീരുമാനങ്ങൾ സാധുവാവുകയുള്ളൂ അല്ലെങ്കിൽ വാലിഡ് ആവുകയുള്ളൂ എന്ന് ചില കോറത്തിൻ്റെ നിബന്ധന ഉണ്ടായിരിക്കും. ചില മീറ്റിങ്ങിൽ ആകെയുള്ള അംഗങ്ങളുടെ 30% ആൾക്കാർ ഉണ്ടെങ്കിൽ മാത്രമേ ആ മീറ്റിങ്ങിലെടുക്കുന്ന തീരുമാനങ്ങൾക്ക് വിലയുള്ളൂ അല്ലെങ്കിൽ വാലിഡിറ്റി ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കോറം എന്ന ഈ നിബന്ധന 1% കമ്പനിയുടെ കേസിൽ ബോർഡ് മീറ്റിംഗ് കൂടുമ്പോൾ ഇല്ല. അപ്പോൾ നമ്മൾ കോറത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ 100 അംഗങ്ങളുണ്ടെന്ന് വിചാരിക്കുക, ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം, 100 അംഗങ്ങളുണ്ട്. ചിലപ്പോൾ ആ കമ്പനിയുടെ മീറ്റിങ്ങിൽ എടുക്കുന്ന കാര്യങ്ങൾ തീരുമാനം അത് അംഗീകരിക്കപ്പെടണമെങ്കിൽ ആ 100 അംഗങ്ങളിൽ ചിലപ്പോൾ 30% കോറം വെച്ചിരിക്കുന്നതെങ്കിൽ 30 പേരെങ്കിലും പങ്കെടുത്തെങ്കിലേ ആ മീറ്റിങ്ങിൽ എടുക്കുന്ന കാര്യങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ അംഗീകരിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റും. മാത്രമല്ല ആ മീറ്റിങ്ങിന് തന്നെ വാലിഡിറ്റി, ആ മീറ്റിങ്ങിന് തന്നെ അംഗീകാരം ലഭിക്കും. അങ്ങനെ ഒരു മീറ്റിംഗ് നടന്നതായിട്ട് അംഗീകാരം ലഭിക്കണമെങ്കിൽ ഈ കോറം തികഞ്ഞെങ്കിൽ മാത്രമേ ആ മീറ്റിംഗ് നടത്താൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ അതിലെടുക്കുന്ന കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുകയുള്ളൂ. അതാണ് കോറത്തിൻ്റെ പ്രത്യേകത. കോറം എന്ന് വെച്ചാൽ ഒരു മിനിമം നമ്പർ, ഒരു മീറ്റിംഗ് സാധുവാകാൻ, ഒരു മീറ്റിംഗ് വാലിഡ് ആകാൻ വേണ്ടുന്നുള്ള മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ്, അതിനെയാണ് കോറം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് 1% കമ്പനിക്ക് ബോർഡ് കൂടുമ്പോൾ, മീറ്റിംഗ് ഓഫ് ദ ബോർഡ് എന്ന് വെച്ചാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ബോർഡ് കൂടുമ്പോൾ ഈ കോറം തികയേണ്ട ആ റിക്വയർമെൻറ്റ് വേണ്ട, ആ ആവശ്യമില്ല, കോറം തികയേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത് 1% കമ്പനിക്ക്. 10th characteristic or legal requirement of 1% company is the provision relating to the holding of annual general meeting is not mandatory for OPC. സാധാരണ കമ്പനികൾക്ക് ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടേണ്ട ഒരു നിബന്ധനയുണ്ട്. അത് മാൻഡേറ്ററി ആണ്. എല്ലാ കമ്പനികളും ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടിയിരിക്കണം.
അതൊരു നിബന്ധനയാണ്. പക്ഷേ ഈ ഒരു പ്രൊവിഷൻ ഒ പി സിക്ക് ഇല്ല. ആ ഒരു ആനുകൂല്യം ഒ പി സിക്ക് ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. ദ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ദ ഹോൾഡിംഗ് ഓഫ് ആനുവൽ ജനറൽ മീറ്റിംഗ് ഈസ് നോട്ട് മാൻഡേറ്ററി ഫോർ ഒ പി സി. ഒ പി സിക്ക് മീറ്റിംഗ് വേണമെങ്കിൽ കൂടാം, പക്ഷേ അത് മാൻഡേറ്ററി അല്ല, അത് അത്യന്താപേക്ഷിതമല്ല, നിർബന്ധമായും കൂടേണ്ട ഒന്നല്ല. ഇതാണ് ഒ പി സിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് എനി 5 characteristics of a one-person company. I hope all of you have understood the topic characteristics and legal requirements of OPC or one-person company quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.